ആലപ്പുഴ ചന്ദനക്കാമ്പിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന രമണിയമ്മയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, എന്താണ് പോലീസ് പറയുന്നത്? പ്രവിത, ഇന്ന് വൈകിട്ട് 3:30 ആലപ്പുഴ ചന്ദനക്കാവ് അത്തിത്തറ ഭാഗത്ത് താമസിക്കുന്ന 68കാരി, വാടകയ്ക്കാണ് താമസിക്കുന്നത്, രമണിയമ്മയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പരിസരവാസികൾക്ക് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പിന്നീട് മറ്റുള്ള ആളുകളെയും തന്നെ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 3 ദിവസത്തോളം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് ഇൻക്വസ്റ്റിൽ നിന്നും പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. ഒരു വാടക വീടാണ്, തനിയെ താമസിക്കുകയായിരുന്നു 2 വർഷത്തോളമായി ഈ വാടക വീട്ടിൽ. ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ്. നേരത്തെ ഗവൺമെന്റ് നഴ്സായി ജോലി ചെയ്ത് വിരമിച്ചയാളാണ് രമണിയമ്മ. 2 മക്കളുണ്ട്. 2 മക്കളും പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുകയാണ്. അവർ അവരുടെ വീടുകളിൽ കല്യാണത്തിന് ശേഷം താമസിക്കുകയാണ്. ഒരാഴ്ച മുൻപ് മകൻ വീട്ടിലെത്തി അമ്മയെ കണ്ടിരുന്നു, പരിചരിച്ചിരുന്നു. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2-3 ദിവസമായി അമ്മയുടെ ഫോൺ കോളോ മറ്റു കാര്യങ്ങളോ കണ്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ 2-3 ദിവസമൊക്കെ വിളിക്കാതിരിക്കുമായിരുന്നു എന്ന് മകൻ പോലീസ് അന്വേഷിച്ചപ്പോൾ പറയുന്നുണ്ട്. ഈ ചന്ദനക്കാവിലേക്ക് താമസം മാറിയത് തന്നെ അവിടെ ഒരു ഡോക്ടറെ കാണാൻ, അതായത് പ്രമേഹ രോഗിയായിരുന്നു രമണിയമ്മ. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്ത് തന്നെ താമസം. ആലപ്പുഴ ചന്ദനക്കാവിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന രമണിയമ്മയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.